ഗോതമ്പ് പൊടി വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് കുറച്ചൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ലിറ്റർ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാല് പകുതിയാക്കിയിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും ഇതുപോലെ പകുതിയായിട്ട് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പാലിപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല തന്നെ നേരെ പകുതി ആയിട്ടുണ്ട് പാല്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അപ്പോൾ ഇത് പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. കുറച്ച് തണിയാൻ വേണ്ടിയിട്ട് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഞാനൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഫ്ലോറിന് അനുസരിച്ച് ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ബാറ്റർ കുറച്ച് ലൂസ് ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അഥവാ ടൈറ്റ് ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് അങ്ങനെ ആയിപ്പോറ് 1-2 ടേബിൾ സ്പൂൺ മാത്രം മതി. എൻ്റെ ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവിൽ നിന്നും ഓരോ തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അടിയിൽ ഒരു പഴയ പാത്രം എന്തെങ്കിലും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു പഴയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നോളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ഹോള് ഒരു കടലാസ് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കുഞ്ഞു കേക്കുകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.